നമസ്കാരം. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശം വിവാദമായതിന് പിന്നാലെ മുസ്ലിം ലീഗിനെതിരെ രൂക്ഷ വിമർശനവുമായി കെ.ടി. ജലീൽ എം.എൽ.എ രംഗത്ത്. മലപ്പുറത്തുകാരനായ തന്നെ കൊത്തിവലിക്കാൻ മുസ്ലിം ലീഗ് എറിഞ്ഞുകൊടുക്കുകയായിരുന്നുവെന്ന് കെ.ടി. ജലീൽ ആരോപിച്ചു. ലീഗുകാർ തന്റെ പിന്നാലെ വേട്ടപ്പട്ടിയെ പോലെ ഓടുകയായിരുന്നു. കള്ളപ്രചാരണങ്ങൾ മുസ്ലിം ലീഗ് തനിക്കെതിരെ ഉപയോഗിച്ചുവെന്നും കെ.ടി. ജലീൽ പറഞ്ഞു. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശത്തിൽ തന്റെ വാക്കുകൾ വളച്ചൊടിച്ചുവെന്നും കെ.ടി. ജലീൽ ആരോപിച്ചു. വളരെ സതുദ്ദേശപരമായി താൻ നടത്തിയ പ്രസ്താവനയെ വളരെ വികൃതമായിട്ടാണ് PMA സലാം പറഞ്ഞത്. താൻ മലപ്പുറം വിരുദ്ധത പറഞ്ഞു എന്ന നിലയിൽ വരുത്തി തീർത്തുവെന്നും ഇതിനെ ചൊല്ലി സൈബർ ഇടങ്ങളിൽ വലിയ വിമർശനങ്ങൾ ഉയരുന്നുവെന്നും കെ.ടി. ജലീൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മലപ്പുറം ജില്ലയോ ജനതയോ മോശക്കാരായി ചിത്രീകരിച്ചിട്ടില്ല. മുസ്ലിങ്ങൾ മുഴുവൻ സ്വർണ്ണക്കള്ളക്കടത്തുകാരാണെന്ന് താൻ പറഞ്ഞിട്ടില്ല. താൻ പറഞ്ഞ കാര്യങ്ങൾ വളച്ചൊടിക്കുകയാണ് ചെയ്തത്. ലീഗ് അധ്യക്ഷൻ എന്ന നിലയിലായിരുന്നില്ല പാണക്കാട് തങ്ങളോട് മതവിധി പുറപ്പെടുവിക്കാൻ ആവശ്യപ്പെട്ടത്. തൻ്റെ കൂടി ഖാസി എന്ന നിലയിലായിരുന്നു താൻ അക്കാര്യം ആവശ്യപ്പെട്ടത്. ഇതിനെയാണ് മലപ്പുറം വിരുദ്ധതയായി പ്രചരിപ്പിച്ചതെന്നും കെ.ടി. ജലീൽ പറഞ്ഞു. ലീഗുമായി അടുത്ത ബന്ധമുള്ള ഒരു മതപണ്ഡിതന്റെ പുസ്തകത്തിൽ പുറം ചട്ടയിൽ സ്വർണം ഒളിപ്പിച്ചു കടത്തി. അതിന്റെ പേരിൽ അദ്ദേഹം ദിവസങ്ങളോളം ജയിലിൽ കിടന്നു. എന്നിട്ടും ആ പണ്ഡിതനെ ലീഗ് തള്ളിപ്പറഞ്ഞില്ലെന്നും കെ.ടി. ജലീൽ പരിഹസിച്ചു. ഹജ്ജ് കഴിഞ്ഞ് മടങ്ങി വരുന്നതിനിടയിലാണ് സ്വർണം കടത്തിയത്. ലീഗ് വേദികളിൽ അദ്ദേഹം സംസാരിക്കാനെത്തി. ലീഗിന് ഇതിപ്പോഴും തെറ്റാണെന്നറിയില്ല. ലീഗ് നിഷേധിച്ചാൽ പണ്ഡിതന്റെ പേര് വെളിപ്പെടുത്തും. തിരുത്തൽ വേണ്ടത് സമുദായത്തിൽ നിന്ന് തന്നെയാണെന്നും ജലീൽ കൂട്ടിച്ചേർത്തു. തിന്മയെ നിരുത്സാഹപ്പെടുത്തണം, അതിന് മതനേതാക്കൾ ഇടപെടണം. ഒരു തെറ്റും ചെയ്യാത്ത തന്നെ വേട്ടപ്പട്ടിയെ പോലെ പിന്തുടർന്നു. അത് മറക്കാൻ ലീഗ് നേതൃത്വത്തിനാകുമോ എന്നും കെ.ടി. ജലീൽ ചോദിച്ചു. അന്നില്ലാത്ത മലപ്പുറം സ്നേഹം ഇപ്പോൾ എങ്ങനെ വന്നുവെന്നും ജലീൽ തുറന്നടിച്ചു. കരിപ്പൂർ വിമാനത്താവളം വഴി കടത്തുന്ന സ്വർണത്തിന്റെ പങ്ക് എവിടേക്ക് പോകുന്നുവെന്ന് കണ്ടെത്തണം. പോലീസ് കൂട്ടു നിൽക്കുന്നുവെങ്കിൽ അതിനും നടപടി വേണമെന്നും ജലീൽ ആവശ്യപ്പെട്ടു. മന്ത്രിയായിരുന്ന സമയത്ത് വലിയ രീതിയിൽ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു. കോൺഗ്രസും മുസ്ലിം ലീഗും അതിനെ സപ്പോർട്ട് ചെയ്തു. അന്ന് വലിയ രീതിയിലുള്ള സമരപരിപാടികൾ എനിക്കെതിരെ സംഘടിപ്പിച്ചു. അന്ന് താൻ മലപ്പുറത്തുകാരനാണ് എന്നൊരു ബോധ്യം അവർക്കില്ലായിരുന്നു. താൻ പറഞ്ഞത് കരിപ്പൂർ കേന്ദ്രമായി കള്ളക്കടത്ത് നടത്തുന്നു. അത് പോലീസ് പിടിക്കുമ്പോൾ സ്വർണത്തിലെ തൂക്കം കുറയുന്നു. അതിന് പോലീസ് ഉദ്യോഗസ്ഥർ കൂട്ടു നിൽക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കണം. കള്ളക്കടത്തിന് പിടിക്കപ്പെട്ടത് ഭൂരിഭാഗവും മുസ്ലിം സമുദായത്തിലുള്ളവരാണ്. അതാണ് താൻ ചൂണ്ടിക്കാണിച്ചത്. കള്ളക്കടത്തിന് പിടിക്കപ്പെടുമ്പോൾ പലരും പറയുന്നത് കള്ളക്കടത്ത് മതപരമായി തെറ്റല്ല എന്നാണ്. കള്ളക്കടത്തുകാരെ മാറ്റി നിർത്താൻ മുസ്ലിം ലീഗ് തയ്യാറല്ലെന്നും കെ.ടി. ജലീൽ പറഞ്ഞു. പണ്ഡിതന്മാർക്ക് പോലും ഇക്കാര്യത്തിൽ വ്യക്തതയില്ല. ഏത് മതസമൂഹത്തിലാണെങ്കിലും ആ മതത്തിലുള്ളവരാണ് ബന്ധപ്പെട്ടവരാണ് ഇത്തരം തെറ്റുകൾ ചൂണ്ടിക്കാണിക്കേണ്ടുന്നത്. മുസ്ലിം ലീഗ് പറയുന്ന കാര്യങ്ങളെ വളച്ചൊടിച്ച് നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കരുത്. മുസ്ലിങ്ങളെല്ലാം സ്വർണ്ണ കള്ളക്കടത്തുകാരാണെന്ന് താൻ പറഞ്ഞിട്ടില്ലെന്നും കെ.ടി. ജലീൽ കൂട്ടിച്ചേർത്തു. നിയമം കൊണ്ട് തടയാൻ കഴിയാതെ വരുമ്പോഴാണ് മത നേതാക്കളെ സമീപിക്കുന്നത്. സ്വർണ്ണക്കടത്തിലും ഹവാലയിലും വിശ്വാസികൾ ഇടപെടരുതെന്ന് നൂറുകണക്കിന് മഹിളകളുടെ കാസി കൂടിയായ സാദിഖ് അലി തങ്ങൾ നിർദ്ദേശിക്കണമെന്നായിരുന്നു കെ.ടി. ജലീൽ എം.എൽ.എ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത്. അങ്ങനെ പറഞ്ഞാൽ മലപ്പുറത്തെക്കുറിച്ചുള്ള അപകീർത്തി ഒഴിവാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. CPM നിലപാടിൽ സമുദായത്തെ കുരുക്കാനുള്ള ശ്രമമാണ് ജലീൽ നടത്തുന്നതെന്നായിരുന്നു മുസ്ലിം ലീഗ് ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി E.T. മുഹമ്മദ് ബഷീർ MP പ്രതികരണം. കെ.ടി. ജലീലിന്റെ നിലപാട് അസംബന്ധമാണെന്ന് കോൺഗ്രസ് നേതാവ് V.T. ബൽറാമും സമൂഹമാധ്യമത്തിൽ കുറിച്ചിരുന്നു. കെ.ടി. ജലീലിന്റെ പോസ്റ്റിന്റെ പ്രസക്ത ഭാഗം ഇങ്ങനെയാണ്: കരിപ്പൂർ എയർപോർട്ട് കേന്ദ്രീകരിച്ച് നടക്കുന്ന സ്വർണ്ണക്കടത്തിൽ പിടിക്കപ്പെടുന്നവരിൽ മഹാഭൂരിപക്ഷവും മുസ്ലിം സമുദായത്തിൽപ്പെടുന്നവരാണ്. അതിനെ അഭിമുഖീകരിക്കാതെ എന്ത് പരിഷ്കരണവും പുരോഗതിയുമാണ് മുസ്ലിം സമുദായത്തിൽ നടത്താൻ മലപ്പുറം പ്രേമികൾ ഉദ്ദേശിക്കുന്നത്? സ്വർണ്ണക്കടത്തിലും ഹവാലയിലും പങ്കാളികളാകുന്ന മുസ്ലിങ്ങളിൽ നല്ലൊരു ശതമാനവും വിശ്വസിക്കുന്നത് ഇതൊന്നും മതവിരുദ്ധമല്ല എന്നാണ്. അത്തരക്കാരെ ബോധവൽക്കരിക്കാൻ തയ്യാറാകണമെന്ന് പറഞ്ഞാൽ ഇതെങ്ങനെയാണ് ഇസ്ലാമോഫോബിക് ആവുക? അവനവന്റെ കണ്ണിലെ കുന്തം കാണാതെ ആരാന്റെ കണ്ണിലെ കരട് കാണുന്നവരെ കുറിച്ച് സമൂഹത്തിന് പുച്ഛമാണ് ഉണ്ടാവുക. ഒരണു മണിത്തൂക്കം തെറ്റ് ചെയ്യാത്ത മലപ്പുറംകാരനായ എന്നെ ഖുറാന്റെ മറവിൽ സ്വർണം കടത്തിയവനെന്നും കള്ളക്കടത്തുകാരനെന്നും ചാപ്പുകൊത്തി താറടിച്ച് അപമാനിക്കാൻ മാധ്യമപ്പടയും മുസ്ലിം ലീഗും കോൺഗ്രസും BJPയും ഒരു മെയ്യായി നിന്ന് നടത്തിയ വേട്ട നടന്നപ്പോൾ ഈ നവസമുദായം സ്നേഹികൾ ഏത് മാളത്തിലാണ് ഒളിച്ചിരുന്നത്? അന്ന് എവിടെയായിരുന്നു ഇവരുടെയൊക്കെ മലപ്പുറം പ്രണയമെന്നും ജലീൽ പോസ്റ്റിൽ ചോദിക്കുന്നു.